അവൻ ബാലയെ സ്നേഹിച്ചു. ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു. അവളും നോക്കിയപ്പോ എന്താണ്, ഇതുപോലെ നല്ലപോലെ സംസാരിക്കുന്ന ഒരാള് ഞാൻ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. നമുക്കങ്ങനെയൊക്കെ തോന്നും. നല്ലപോലെ സംസാരം, മധുരം പുരട്ടിയൊക്കെ സംസാരിക്കും. ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവന്റെ സംസാരമൊക്കെ ഒന്ന് കേൾക്കണം. ഞാനങ്ങ് അവനെ വിശ്വസിച്ചു പോകും. ഇവന് ഭയങ്കര എന്താണ്, അല്ല മധുരം പുലർത്തി ഇതുപോലെ പയ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതെനിക്കൊരു മുതൽക്കൂട്ടാണെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു. ഈ മധുരം പുരട്ടുന്ന ഇവൻ ഒരാൾക്ക് മാത്രമല്ല മധുരം പുരട്ടിക്കൊണ്ടിരുന്നതെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ഒരുപാട് പെൺകുട്ടികൾക്ക് മധുരം പുരട്ടി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ജീവിതമാകെ താറുമാറായില്ലേ? വ്യവസ്ഥയില്ലാത്ത നിലവാരത്തില് അവൻ വിവാഹം കഴിച്ചാൽ സ്തോത്രം. ആ വിവാഹം എങ്ങനെയായിത്തീരും? ദൈവത്തിന്റെ ഹിതമല്ലാതെ. അവൻ സ്തോത്രം. നമുക്ക് വ്യവസ്ഥയില്ലാത്ത നിലവാരത്തിൽ വിവാഹം കഴിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. പക്ഷെ വ്യവസ്ഥയില്ലാതെ ഇരിക്കെ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ആര്? ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവർ. ഹല്ലേലൂയ. അതുകൊണ്ട് അവളോട് എന്ത് ചെയ്തു? നീ വിഷമിക്കണ്ട, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്, മുത്താണ്, കരളാണ്, ചങ്കാണ്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്റെ 2 കിഡ്നിയും പറിച്ചെടുത്ത് നിനക്ക് തരും എന്നൊക്കെ അവളെ പറഞ്ഞ് അങ്ങ് ഇതായി. സ്തോത്രം.